السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. ഏറെ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുവന്യരായ ഗുരുവര്യന്മാരെ, സാദാത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും ആദരണീയരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ മഹത്തായ ഉജ്ജ്വല സമ്മേളനത്തിൽ 4 മണി മുതൽ തന്നെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാന്തന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നായകനും സീനിയർ ഉപാധ്യക്ഷനുമായിരുന്ന ബഹുമാന്യനായ CM അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ദാരുണമായ മരണത്തിന് 5 വർഷം തികയുന്ന ദിവസമാണ് സഫർ 30 ഇന്നലെ. അദ്ദേഹത്തിന്റെ അമരസ്മരണകൾ തുടിച്ചു നിൽക്കുന്ന ഈ മഹത്തായ ഉജ്ജ്വലമായ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ക്രൂരമായ വധം, കൊലപാതകം CBI സംഘം അന്വേഷിച്ചിട്ട് തെളിയിക്കപ്പെടാതെ പോയ സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടന കോടതിയിൽ ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണത്തിന് ആവശ്യപ്പെട്ട് അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം, സമാശ്വസിക്കാം. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. ആദരണീയനായ CM ഉസ്താദിന്റെ കൊലയാളികളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയും പ്രവർത്തനവും ഒപ്പം തുടരാം. അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ നായകനായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെയും സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന ഈ അനുഗ്രഹീതമായ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് ഈ മേഖലയിൽ ഇന്ന് നാം ഉറച്ചു നിൽക്കുന്നത് പോലെ വരും തലമുറകൾക്കും ഉറച്ചു നിൽക്കാനുള്ള കരുത്തും തൗഫീഖും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറ്റി നിർത്തപ്പെട്ട വിഭാഗത്തിന്റെ നായകൻ ഒരു കന്നഡ യാത്ര നടത്തി. രാജകീയമായ പ്രൗഢിയോടുകൂടി സുഖലോലുപനായി കോടികൾ വിലമതിക്കുന്ന ഒരു വാഹനത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള, കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉറങ്ങാനും യാന്ത്രികമായി സ്റ്റേജാക്കി മാറ്റാനും സംവിധാനിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസോടുകൂടിയുള്ള ആ കോടികൾ വിലമതിക്കുന്ന വാഹനത്തിൽ കോടികൾ വാരി വിതറി എറിഞ്ഞ് ഒരു കന്നഡ യാത്ര നടത്തി. അതിന്റെ സമാപനം ഈ നെഹ്റു മൈതാനത്തിലായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അന്ന് കന്നഡയിലെ അവരുടെ പ്രവർത്തകൻ മാത്രമല്ല, ആ സമാപന ദിവസം കേരളത്തിൽ നിന്ന് വാഹനങ്ങൾ ഒഴുകി വരികയാണ്. എന്നിട്ടും ഈ മൈതാനം നിറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നിതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനം മാത്രം ഈ നെഹ്റു മൈതാനത്തിൽ നടത്തിയപ്പോൾ ഇതാ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി ഈ നഗരി ഉൾക്കൊള്ളാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംഘമാണ്. ഈ പ്രാവശ്യം നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞു, ഇപ്രാവശ്യത്തെ പ്രമേയം ആദർശ വിശുദ്ധിയുടെ 90 വർഷം തന്നെയായിരിക്കണം. സമസ്തയും ഇതര ഘടകങ്ങളും അല്ലെങ്കിൽ ഇതര സംഘടനകളും തമ്മിലുള്ള അന്തരം മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം, ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ ദിനമാണ്.
ഹബീബായ നമ്മുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ ഈ മാസത്തോടനുബന്ധിച്ച് പ്രവാചക തിരുമേനിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ വൈവിധ്യമാർന്ന നബിദിന പരിപാടികൾ നടത്തിവരികയാണ്, നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ 12-നും അനുബന്ധിച്ച ദിവസങ്ങളിലും നബിദിന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനത് ശക്തമായ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില സലഫി പ്രസ്ഥാനക്കാരുണ്ട്. അവർ പല ചോദ്യങ്ങളും ചോദിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അവർ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തനമാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദ്യ പദ്യ സമ്മിശ്രമായി തന്നെ വാഴ്ത്താം, പ്രവാചക തിരുമേനി അധ്യാപനങ്ങൾ സമൂഹത്തിന് കൈമാറാം, പ്രവാചക തിരുമേനി ജനിച്ചത് സന്തോഷം രേഖപ്പെടുത്താം, എല്ലാം റെഡി. പക്ഷേ റബീഉൽ അവ്വൽ 12-ന് പ്രവാചക തിരുമേനിയെ പ്രകീർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തിയ, എന്തെങ്കിലും ഒരു തെളിവിന്റെ ശകലം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അനുസ്മരിക്കട്ടെ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, റബീഉൽ അവ്വൽ 12 മാത്രമല്ല, ആ 12 തിങ്കളാഴ്ചയുമായിരുന്നു. അതേ ദിവസമായിരുന്നു ഹബീബായ അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിൽ ആദ്യമായി കാലുകുത്തിയ ദിവസം. ഇതൊരു യാദൃശ്ചികമായ സംഭവമല്ല. തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന്. ആ ജനിച്ച 12-ന്റെ ദിവസം തിങ്കളാഴ്ച ദിവസം, അതേ ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനിയുടെ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ കാലുകുത്തി തങ്ങളെ സ്വഹാബത്ത് വരവേൽക്കുന്ന ആ ആഘോഷപൂർണമായ ആ ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ ദിവസം തന്നെ അല്ലാഹു എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അന്ന് തങ്ങൾ ഇറങ്ങി വരുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്നല്ല ആബാലവൃദ്ധം ജനങ്ങൾ തങ്ങളെ ദഫും മുട്ടിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മൗലിദിന്റെ സുന്ദരമായ ഈരടികൾ ചൊല്ലിക്കൊണ്ട് വരവേറ്റത് ഈ ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെട്ട് കിടക്കുന്നു. അന്നാണ് ആ പ്രസിദ്ധമായ ഇന്നത്തെ മൗലിദിന്റെ ഭാഷണം ഉപയോഗിക്കുമ്പോൾ ആ പ്രകീർത്തനത്തിന്റെ മൗലിദിന്റെ ഈരടികൾ അന്ന് തങ്ങളെ വരവേറ്റുകൊണ്ട് സഹാബികൾ ചൊല്ലിത്തീർത്തത്. തങ്ങളതിൽ ബിന്ദുവായി ലയിച്ചു തീരുകയാണ്. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാർ അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംറിൽ മുതാർ ജിഅത ശറഫ്തൽ മദീന മർഹബ യാ ഖൈറ ദാർ. പ്രവാചക തിരുമേനിയുടെ സഹാബിവരന്മാർ ദഫ്ഫും മുട്ടിക്കൊണ്ട് ഈ സുന്ദരമായ മൗലിദിന്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ട് ആ സാഘോഷം യാത്രയെ വരവേൽപ്പ് നൽകിക്കൊണ്ട് കൂട്ടം കൂട്ടിക്കൊണ്ട് വരവേറ്റുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ശിർക്കായിരുന്നെങ്കിൽ, ഇത് തെറ്റായിരുന്നെങ്കിൽ, ഇത് ബിദ്അത്തായിരുന്നെങ്കിൽ, ഇത് അനാചാരമായിരുന്നെങ്കിൽ തങ്ങൾ അവിടെ വരക്കണ്ടേ? ഇത് റബീഉൽ അവ്വൽ 12-ആണ്, ഇന്ന് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലത് അനാചാരമാണ്, എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സുന്ദരമായ എന്നെ പുകഴ്ത്തുന്ന ഈരടികൾ ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് വിലക്കിയില്ലെന്ന് മാത്രമല്ല, പ്രവാചക തിരുമേനി അതിന് അംഗീകാരം നൽകിക്കൊണ്ട് ആ യാത്രയിൽ ആ വരവേൽപ്പിൽ ഒരു ബിന്ദുവായി ലയിച്ചു ചേർന്നുകൊണ്ട് നേരെ മുന്നോട്ട് ഗമിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഇത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു സംഭവിച്ചിരുന്നത് എന്ന് സലഫി പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നായകൻ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി അദ്ദേഹത്തിന്റെ ചരിത്രഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി വെക്കുന്നു, ശരിവെക്കുന്നു. ആർക്കും നിഷേധിക്കാനാകില്ല. ഇതല്ലേ വസ്തുത? ഇതല്ലേ യാഥാർത്ഥ്യം? ഇതല്ലേ പരമാർത്ഥം? അതിന്റെ തനിയാവിഷ്കാരമല്ലേ നമ്മുടെ മൗലിദ്? തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാർ. ഇതാ പ്രവാചകരാവുന്ന പൊന്നൊളി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. തങ്ങളാവുന്ന പൗർണമി പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ തങ്ങളോട് നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചൊല്ലുന്ന മൗലിദ് അത് തന്നെ സൈമ. അവർ തലഅൽ ബദ്റു അലൈന എന്ന് പറയുമ്പോൾ നമ്മൾ അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മറഅയ്ന തത്തുയ വജ്ഹ സുറൂർ. ഇതാ ഞങ്ങൾക്കിടയിൽ പ്രവാചകരാവുന്ന പൂർണ്ണ പൗർണമി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ നിലാവ് ചുരത്തിക്കൊണ്ടിരിക്കുന്നു, പരത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറ്റു നക്ഷത്രങ്ങൾക്ക് അസ്തമിച്ചു പോയി.
അത് തന്നെയല്ലേ പ്രവാചക തിരുമേനിയുടെ സഹാബാക്കൾ റബീഉൽ അവ്വൽ 12 ചൊല്ലിയത്? തലഅൽ ബദ്റു അലൈന, ഇതാ പൂർണ്ണ പൗർണമി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. വജബ ശുക്രു അലൈന, തങ്ങളോട് നിങ്ങൾ നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ്. സെയിം രണ്ടും ഒന്നേ. എന്നിട്ട് പ്രവാചക തിരുമേനി ജനിച്ച ദിവസത്തിൽ റബീഉൽ അവ്വൽ 12 സഹാബത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തായി ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇത്ര സംഭവങ്ങൾ പോലെ. എന്നിട്ട് പ്രവാചക തിരുമേനി അപ്പുറത്തേക്ക് നീങ്ങിപ്പോയിട്ട് എവിടെയാണ് ആദ്യം ഇറങ്ങുന്ന വീട് ആളുകൾ നോക്കിക്കാണാൻ ഇരിക്കുക പ്രതീക്ഷയോടുകൂടി. ആളുകളൊക്കെ പറയുന്നത് തങ്ങൾ ഇവിടെ നിന്ന് കാരണം ഇവിടെ നിന്ന് കാരണം ഇല്ല, നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്ക്. ഫൈനഹ മഅ്മൂറ, ഒട്ടകത്തിന് റബ്ബിന്റെ ഭാഗത്ത് നിർദ്ദേശം ചെയ്യും. ആ ഒട്ടകം വിട്ടുകുത്തുന്നിടത്ത് ഞാൻ ഇറങ്ങും. അങ്ങനെ സയ്യിദുന അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവരുടെ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം വിട്ടുകുത്തുന്നു. പ്രവാചക തിരുമേനി അവിടെ ഇറങ്ങുന്നു, ആ വീട്ടിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന് ആതിഥേയത്വം നൽകിയ വല്ലാത്ത ആഹ്ലാദം, സന്തോഷം, അനുഭൂതി, ആനന്ദം. അടുത്ത വീട്ടുകാർക്ക് എന്താ സന്തോഷം? ഞങ്ങളുടെ അയൽ വീടാണല്ലോ നബി തങ്ങൾ താമസിക്കാൻ തെരഞ്ഞെടുത്തത്. എന്നാൽ അടുത്ത വീട്ടിലെ പെൺകുട്ടികൾ വന്നിട്ട് തങ്ങളോട് ചോദിക്കാൻ, തങ്ങളെ പ്രകീർത്തിച്ച് ഞങ്ങളൊന്ന് പാടട്ടെ, 2 വരി മൗലിദ് ഓതിക്കോട്ടെ, തങ്ങളൊന്ന് പാടിക്കോ. ആ കുട്ടികൾ പാടുക, നഹ്നു ജവാരിൻ മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ ബനു നജ്ജാർ ഗോത്രത്തിലെ ഏതാനും പെൺകുട്ടികളാ. യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി, മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് അയൽക്കാരനായി കിട്ടിയല്ലോ, എന്തുമാത്രം സന്തോഷകരമാണ്, ഹൃദ്യമാണ്, ആനന്ദദായകമാണ്. ഈ മൗലിദിന്റെ വരികൾ ചൊല്ലിയപ്പോ തങ്ങൾ പറയും, മക്കളെ നിർത്തുന്നു. കുട്ടികളൊന്ന് പേടിച്ചു. പക്ഷേ തങ്ങൾ ചോദിച്ചു, അതുഹബ്ബുനനി, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്നെ വാഴ്ത്തിപ്പാടുന്നത്, എന്നെ പ്രകീർത്തിക്കുന്നത് ആത്മാർത്ഥമായി എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ, സ്നേഹിച്ചുകൊണ്ട് തന്നെയാണോ വാഴ്ത്തുന്നത്? ആ കുട്ടികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബെ, അങ്ങയെക്കുറിച്ച് എന്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങൾ ഉപ്പ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾ നാട്ടുകാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തങ്ങൾ ജീവന്റെ ജീവനാണ്, അതുകൊണ്ട് മനസ്സറിഞ്ഞ് തന്നെയാണ് അങ്ങനെ വാഴ്ത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി കേൾക്കണോ? വല്ലാഹു യഅലമു അന്ന ഖൽബി യുഹിബ്ബുകുൻ, പടച്ച റബ്ബ് സാക്ഷിയാണ്, എന്റെ മനസ്സ് തിരിച്ചു നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്നതിനെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ ദിവസം നടന്നിട്ട് സുഹൃത്തുക്കളെ, അനിഷേധ്യമായ പരമാർത്ഥം. പിന്നെ അവരുടെ ചോദ്യം, അങ്ങനെ നബി തങ്ങളെ കാലത്ത് തന്നെ ഈ പ്രവാചക പ്രകീർത്തനങ്ങളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് ഏത് മൗലിദാ ഓതിയത്? റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏത് മൗലിദാ ഓതിയത്? ആയിഷ ബീവി മങ്കൂസ് മൗലിദാ ഓതിയത്? ഷറഫുലനാമ ഓതിയത്? ഇമാതിരി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തെറ്റിദ്ധാരണാജനകമായ ചോദ്യങ്ങൾ. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അവരോട് തിരിച്ചൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കേണ്ടതുള്ളൂ. ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഈ സ്വഹാബി പ്രമുഖന്മാരാണ്, ഈ ഖുലഫാക്കളും അതുപോലെ ആയിഷ ബീവിയും മറ്റുമൊക്കെ തന്നെയാണ്. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ കിടക്കുന്ന ഹദീസുകൾ ആ ഹദീസിന്റെ കിതാബില്ല. നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കാം, അബൂബക്കർ സിദ്ദീഖ് ഹദീസിന്റെ ഏത് കിതാബ് ഓതി? ബുഖാരി ഓതിയിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുസ്ലിം ഓതിയിട്ടുണ്ടോ? അല്ല, ആയിഷ ബീവി തിർമിദി ഓതിയത് ഏത് ഹദീസിന്റെ കിതാബ് ഓതി ചോദിച്ചാൽ ആ വിഭാഗം മറുപടി പറയും, ഇല്ല, അവർ ഹദീസിന്റെ ഒരു കിതാബ് ഓതിയിട്ടില്ല, അന്ന് ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതേ മറുപടിയാണ് അവരോട് പറയേണ്ടത്, അന്ന് മൗലിദിന്റെ കിതാബുകൾ ഈ വിധത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്ന കൃത്യമായ മറുപടി പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിനൊരു മറുപടി നമ്മുടെ മുന്നിൽ പറയാൻ സാധ്യമല്ല. നമ്മുടെ ആദർശത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം പുതിയ ചിന്തകളുമായി കടന്നു വരുന്നവരെ നാം വളരെ ഗൗരവപൂർവ്വം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമ്മേളനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ 9 പതിറ്റാണ്ട് കാലം കേരളത്തിലും കർണാടകയിലും തമിഴ്നാടും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഈ സമസ്ത കേരള ജംഇയ്യത്തുലമ ഇന്നും ഗവൺമെന്റ് തലത്തിലും മുസ്ലിം സമൂഹത്തിലും അമുസ്ലിം സമൂഹത്തിലും ഒരുപോലെ സ്വീകാര്യമായി പോകാൻ എന്തേ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുലമ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സഹിഷ്ണുതാപരമായ സമീപനം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. തീവ്രവാദവും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല. ആദർശ രംഗത്ത് തീവ്രതയുണ്ട്, ആദർശത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല, 1 ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദീനിന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രലോഭനത്തിന്റെ ഭാഗമായി തങ്ങളുടെ സ്വന്തം പിതൃ സഹോദരൻ ശത്രു വിഭാഗത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചെറിയൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ സമീപിച്ചപ്പോൾ തങ്ങൾ ആദർശത്തെക്കുറിച്ച് വാക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഐ അമ്മി ലൗ അലൗ ശംസ ഫീ യമീനി
والقمر في يساري ما تركت هذا الامر حتى يظهره الله او اهلك دونه. എന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദര, അങ്ങയുടെ എല്ലാ ആദരവും എനിക്കുണ്ട്. ആദരവോടുകൂടി തന്നെയാണ് പറയുന്നത്. ഈ ശത്രുവിഭാഗം എന്റെ വലത് കരത്തിൽ ഈ ജ്വലിക്കുന്ന സൂര്യഗോളം പിടിച്ചു കൊണ്ടുവന്ന് തന്നാലും, ഇടത് കൈയിൽ പൂനിലാ പൊഴിക്കുന്ന പൊന്നമ്പുളി കൊണ്ടുവച്ച് തന്നാലും ഒരിക്കലും ആ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചാൻ കോംപ്രമൈസിന് തയ്യാറില്ല. ഒന്നുകിൽ അള്ളാഹു ഇത് വിജയിപ്പിക്കും, അല്ലെങ്കിൽ ആദർശത്തിന് വേണ്ടി ഞാൻ ജീവൻ ത്യജിക്കും. അതിലപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ കൃത്യമായ ആദർശ ബോധം, ആദർശ തീവ്രത, ആദർശ സ്പിരിറ്റുള്ളവരാണ് സുന്നികൾ. അതിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഇതര മതസ്ഥരോടുള്ള സമീപനം സൗഹൃദപരമായ സമീപനമാണ്, സഹിഷ്ണുതാപരമായ സമീപനമാണ്. അതാണ് ദീൻ പഠിപ്പിച്ചത് എന്ന് സമസ്ത പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള IS-നെ മാത്രമല്ല, ബൊക്കോ ഹറാമിനെ മാത്രമല്ല, താലിബാനെ മാത്രമല്ല, അൽ ഖായിദയെ മാത്രമല്ല, തഹ്രീക്കെ താലിബാനെ മാത്രമല്ല, ഈ തരത്തിലുള്ള സകലമായ തീവ്രവാദ സംഘടന എതിർക്കുന്ന അതേ സമയത്ത് തന്നെ സ്വന്തം നാട്ടിൽ ജനിച്ച മണ്ണിൽ വളർന്നു വന്ന ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഉയർന്നു വരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി എതിർക്കുകയും മുസ്ലിം സമൂഹത്തോട് തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ഈ പുതിയ തീവ്രവാദ സംഘടനകൾ? SDPI എന്ന പേരിൽ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ, ഇമാം കൌൺസിൽ എന്ന പേരിൽ, അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തീവ്രവാദ പ്രസ്ഥാനം വളർത്തുന്ന ഈ പ്രവർത്തനത്തിന് കേരളത്തിന്റെ മണ്ണിലാണ് തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ അവർ സംഘടന എന്ന പേര് പോലും ഉച്ചരിക്കാതെ സ്വകാര്യമായി തീവ്രവാദ ചിന്തകൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ഒരേ സമയം മുസ്ലിങ്ങളെ തീവ്രവാദികളും ഒരേ സമയം സുന്നി വിരുദ്ധരുമാക്കി തീർക്കാനുള്ള ഗൂഢമായ നീക്കവുമായി രംഗത്ത് വന്നപ്പോൾ അന്നതിനെ ശക്തമായ ചെറുത്തുനിൽപ്പതിനെ നടത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ നിർദ്ദേശപ്രകാരം അച്ചടക്കമുള്ള SKSSF എന്നതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിരുന്നു. ചരിത്രം സാക്ഷി. ഇന്ന് കേരളത്തിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വരില്ല. ഒരു സുന്നി സംഘടന അവരെ വിളിക്കില്ല, മുജാഹിദ് പ്രസ്ഥാനം അവരെ വിളിക്കില്ല, സലഫി പ്രസ്ഥാനം അവരെ വിളിക്കില്ല, ജമാഅത്തുകാരെ വിളിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടി പോലും അവരെ ഒരു സംഘടനയും ഒരു തരക്കും ബന്ധിപ്പിച്ചിട്ടില്ല, അടുപ്പിച്ചിട്ടില്ല. ഇവിടെ കർണാടക സ്റ്റേറ്റിൽ അതെല്ലാം മറന്ന് SKSSFന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും സമസ്ത കേരള ജംഇയ്യത്ത് സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഈ സംഘടനയെ ഔദ്യോഗിക വൃത്തങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം ഈ കക്ഷികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ ഇത്തരം തീവ്രവാദ സംഘടന കിട്ടുന്ന പരിപാടിയല്ല. സമസ്തയുടെ പ്രഖ്യാപിത നയം വളരെ വ്യക്തമാണ്. ഒരു വ്യത്യാസവുമില്ല ഈ കാര്യത്തിൽ. ആധികാരികമായും ഔദ്യോഗികമായും നമുക്ക് ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി പറയാൻ സാധിക്കും. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവർക്ക് വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനം അത് ഗുരുതരമാണ്, അത് മാരകമാണ്. അതിന്റെ ആപത്ത് ആഖിറത്തിൽ വെച്ച് മാത്രമല്ല ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈദാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമുണ്ടാക്കൽ. ഈ വിഷമമുണ്ടാക്കുന്ന രണ്ട് കക്ഷികൾ നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിഭാഗം സാക്ഷാൽ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നവരാണ്. അവർ റബീഉൽ അവ്വൽ മാസം വന്നാൽ പ്രസംഗിക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് നരകത്തിലാണ്, തങ്ങളുടെ പിതാവ് നരകത്തിലാണ്, തങ്ങളുടെ മാതാവ് കാഫിറാണ്, തങ്ങളുടെ പിതാവ് കാഫിറാണ്. ഇത് നിരന്തരം പ്രസംഗിച്ചും എഴുതിയും നടന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനത് ചോദിച്ചോട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതാവ് അവിടെ ഇരിക്കട്ടെ, എന്റെയും നിങ്ങളെയും സ്വന്തം ഉമ്മാനെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ. നമുക്ക് ഉമ്മാനോട് എന്തൊരു ആദരവാണ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു വാത്സല്യമാണ്. സ്വന്തം ഉപ്പാനോട് എന്തൊരു ആദരവാണ്, എന്തൊരു സ്നേഹമാണ്, വാത്സല്യമാണ്. ആ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നാം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മഹാന്മാരിൽ മഹാനാണ് അഷ്റഫുൽ ഖൽഖ്, നമ്മുടെ കരളിന്റെ കഷ്ടം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ മാതാവിനോട് തങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ടാവും, നമുക്ക് എത്ര ഇഷ്ടമുണ്ടാകണം. തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ്, തങ്ങളുടെ കരളിന്റെ കഷ്ടമായ സ്വന്തം ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ, തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഈ രണ്ട് മഹാന്മാരെ കുറിച്ച് അവർ നരകക്കാരാണ്, കാഫിറുകളാണ്, ഇങ്ങനെ നിരന്തരം നടന്ന് പ്രസംഗിക്കാൻ ഇസ്ലാമിൽ എന്ത് തെളിവാണ് ഇവർക്കുള്ളത്? എന്ത് ന്യായമാണുള്ളത്? ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതോചിതമായ അഭിപ്രായങ്ങളും വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതിങ്ങനെ എടുത്ത് ഉദ്ധരിച്ച് നിന്റെ ഉപ്പ, പിന്നെ നമ്മൾ സ്വന്തം ഉപ്പാനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിന്റെ ഉപ്പ കാഫിറാണ് നമ്മൾ ഇഷ്ടപ്പെടുമോ? നമുക്ക് പ്രയാസം ഉണ്ടാകൂലേ? യഥാർത്ഥത്തിൽ ഈ വിഭാഗം സാധാരണക്കാർക്കിടയിൽ നിരന്തരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അള്ളാഹുന്റെ ഹബീബിന് പ്രയാസം സൃഷ്ടിക്കുകയാണ്. സത്യത്തിൽ യാഥാർത്ഥ്യം നോക്കിയാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടും, അള്ളാഹുന്റെ ഹബീബിന്റെ ഉമ്മയും ഉപ്പയും ഫത്രത്തിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. എന്ന് വെച്ചാൽ പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിച്ചത്. അള്ളാഹുന്റെ ഹബീബിന് 40 വയസ്സപ്പോഴെ പ്രവാചകത്വം കിട്ടിയത്. അതിന്റെ എത്രയോ മുമ്പ് തങ്ങളുടെ ഉമ്മയും ഉപ്പയും വഫാത്തായി പോയി. പ്രവാചകന്മാരില്ലാത്ത 600-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഇസ്ലാമിക അവലോകനം വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. പ്രവാചകനെ നിയോഗിച്ച് സത്യവും അസത്യവും ബോധ്യപ്പെടുത്തി കൊടുത്ത് അംഗീകരിക്കാത്ത സമൂഹത്തെ അല്ലാതെ ശിക്ഷിക്കുന്ന പ്രശ്നമില്ലാന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രത്യക്ഷമായ വചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ അള്ളാഹുന്റെ ഹബീബിന്റെ മാതാപിതാക്കൾ കുറ്റക്കാരല്ല. അള്ളാഹുന്റെ ഹബീബിന്റെ മാതാപിതാക്കൾക്ക് വേറെയും ഒരുപാട് മഹത്വങ്ങളുടെ ഹദീസിൽ അവർ സ്വർഗ്ഗക്കാരാണെന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ വേറെ വന്നിട്ടുണ്ട്. എന്നിട്ട് തങ്ങളെ മാതാപിതാക്കൾ നരകക്കാരാണ്, കാഫിറുകളാണെന്ന് നിരന്തരം പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളിതാ ഇന്ന് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന വിഭാഗം പിളർന്ന് കഷ്ണങ്ങളായി ചിഹ്നിച്ചതിന് പരസ്പരം മുശ്രിക്കുകളും കാഫിറുകളുമാക്കി ചിത്രീകരിച്ചുകൊണ്ട് കവരപ്രസംഗം നടത്തിക്കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാനാകാതെ സമൂഹ മധ്യത്തിൽ ലഭ്യരായി നിന്യരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വേറൊരു വിഭാഗമുണ്ട്, പ്രവാചക തിരുമേനിയെ അധിക്ഷേപിക്കുന്ന വിഭാഗം, പ്രവാചക തിരുമേനിയെ കുറ്റപ്പെടുത്തുന്ന, പ്രവാചക തിരുമേനിയെ പ്രയാസപ്പെടുത്തിയ വിഭാഗം. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായ മുടി ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നു. ബോംബെയിൽ കൊണ്ടുവന്ന മുടി ജാലിയവാല അയാൾ ദീനുമായി ബന്ധമില്ലാത്തതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ആ മുടി മാറ്റിവെച്ചു. വർഷങ്ങളോളം മൗനം പാലിച്ചു. ആ മുടി ബോംബെയിൽ നിന്ന് അബുദാബിയിലേക്ക് കയറ്റുമതി ചെയ്തു. എന്നിട്ട് അബുദാബിയിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും വൈറ്റാക്കി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് കോഴിക്കോട് കാരന്തൂര് കൊണ്ടുവന്ന് ഇത് അബുദാബിയിലെ ഒറിജിനൽ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിഭാഗം നമ്മൾ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു കൊടുത്തു. അള്ളാഹുന്റെ ഹബീബിന്റെ വിശുദ്ധ ശരീരത്തിൽ ചില പ്രത്യേകതയുണ്ട്. ആ ശരീരം നശിച്ചു പോകില്ല, ആ ശരീരം മണ്ണ് തിന്നില്ല, ആ ശരീരത്തിന്റെ ഭാഗം മുടിയാകട്ടെ നഖമാകട്ടെ തീയിൽ കത്തിപ്പോകില്ല, അതിന് നിഴലില്ല, അത് വിശുദ്ധമാണെന്ന് 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ലോകം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ അതേ മുടി ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ കത്തിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ, അതേ മുടിക്ക് നിഴല് കാണിച്ചു കൊടുത്തപ്പോൾ ഇവരുടെ മുടിയുമായി ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ മുടിക്കുള്ള അള്ളാഹുന്റെ ഹബീബിനുള്ള മഹത്വം ഒറ്റയടിക്ക് അവർ നിഷേധിക്കുകയാണ് ചെയ്ത്, നിരാകരിക്കുകയാണ് ചെയ്ത്. ചരിത്രത്തിൽ ആദ്യമായ ഒരു സുന്നി വിഭാഗം അള്ളാഹുന്റെ ഹബീബിന്റെ മുടിക്ക് നിഴലുണ്ടാകും, അള്ളാഹുന്റെ ഹബീബിന്റെ മുടി കത്തിപ്പോകും, അള്ളാഹുന്റെ ഹബീബിന്റെ മുടിയിൽ പ്രാണികൾ ഇരിക്കുമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ 14 നൂറ്റാണ്ട് കാലത്തെ ഇമാമിങ്ങളുടെ നിലപാടിനെ നിഷേധിച്ചുകൊണ്ട് സ്വന്തം വ്യാജപടി ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന് അള്ളാഹുന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമല്ല, ഈ മുടി കത്തിപ്പോകുമെങ്കിൽ, ഈ മുടിക്ക് നിഴലുണ്ടെങ്കിൽ ആ പ്രവാചകരുടെ വഫാത്തിന് ശേഷം തങ്ങൾക്ക് പ്രത്യേകതകളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വിഭാഗത്തിലെ സംസ്ഥാന അധ്യക്ഷൻ പച്ചയായി പരസ്യമായി പറഞ്ഞു, ഇല്ല, പ്രവാചകരുടെ പ്രത്യേകതകളും മുഴുജിതത്തുകളും അത് ജീവിതകാലത്ത് മാത്രമാണ്, ജീവിതകാലത്തിന് ശേഷം നിലനിൽക്കുന്ന ഒരേ ഒരു മുഴുജിതത്തുള്ളൂ, അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, കർണാടകയിലെ സലഫി പ്രസ്ഥാനത്തിന്റെ, തമിഴ്നാട്ടിൽ തൗഹീദ് പ്രസ്ഥാനത്തിന്റെ വികലമായ ആശയം മരണത്തോടുകൂടി കറാമത്തുകളും മുഴുജിതത്തുകളും നിരച്ചു പോകുമെന്ന അപകടകരമായ വാദം പോലും ഉന്നയിച്ച് ഇന്ന് സത്യത്തിൽ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിന്റെ മേലെ അവർ പ്രസ്ഥാനം രൂപീകരിച്ചത് സുന്നി തീവ്രത പോരാ എന്ന് പറഞ്ഞ് തീവ്ര സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കാന്തപുര വിഭാഗം ഇന്നൊരു മുജാഹിദ് പ്രസ്ഥാനം ഒരു മഹല്ലിൽ ഒരു പരിപാടി വെച്ചാൽ, സലഫി പ്രസ്ഥാനം ഒരു പരിപാടി വെച്ചാൽ ആ പരിപാടിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. എന്താ പ്രശ്നം? മരണാനന്തരം കഴിവുകൾ നിലച്ചു പോകുമെങ്കിൽ എങ്ങനെ ഇസ്തിഗാസ നടത്തും, എങ്ങനെ തവസ്സുൽ ചെയ്യും, എങ്ങനെ തബറുക്ക് എടുക്കും? മഹാത്മാക്കൾ കഴിവ് മരണത്തോട് നശിച്ചുപോയി എന്നല്ല നിങ്ങൾ പറയുന്നത്. സലഫിക്കാർ തിരിച്ചു ചോദിച്ചാൽ മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ പ്രസംഗിച്ചാൽ അവിടുത്തെ SSFന്റെ കുട്ടികൾ നിന്ന് SKSന്റെ പ്രവർത്തകൻ സമീപിക്കും, എടാ നിങ്ങളൊരു മറുപടി വെക്കോ? അപ്പൊ നിങ്ങൾക്ക് എന്താ മറുപടി? ഞങ്ങൾ വെച്ചാൽ പോലെ ആ പഴയ പ്രശ്നമൊക്കെ എടുത്തിടും, ഇതൊക്കെ ഉണ്ട്, മാത്രം കുറെ സ്വപ്നത്തിന്റെ ക്ലിപ്പുണ്ട്, ഒക്കെ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ വെക്കുന്നു.
ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ പരിപാടി വെക്കും, അവർ ബാക്കിൽ സപ്പോർട്ട് ചെയ്യും, സ്റ്റേജിലേക്ക് നമ്മൾ കയറ്റൂല. ആ നിലക്ക് മാറ്റി നിർത്തി SKSSFന്റെ പ്രവർത്തകന്മാരെ ശക്തിപ്പെടുത്താൻ കാന്തപുരം വിഭാഗത്തിന്റെ അനുയായികൾ സുന്നത്ത് ജമാഅത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിർബന്ധിതരായി നിന്ദരായി സമൂഹത്തിൽ കഴിയുന്ന കാഴ്ച ഖുർആൻ പറഞ്ഞു. ഇന്നല്ലദീന യുഊദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനും തന്റെ തിരുദൂതർക്കും പ്രയാസമുണ്ടാക്കുന്ന ആളുകൾ ലഅനഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ശാപമാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അകലെയാണ്. വഅഅദ്ദ ലഹും അദാബൻ മുഹീന, അവർക്ക് നിന്ദിക്കുന്ന ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നോക്കൂ, നിങ്ങൾ യാഥാർത്ഥ്യമല്ലേ? 42 കോടി രൂപ ഷാഹിറെ മുബാറക്ക് മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ 1000 രൂപ വെച്ച് പിരിച്ചെടുത്തിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഷാഹിറെ മുബാറക്ക് മസ്ജിദ് ഉണ്ടാക്കുന്നില്ല, ആസാർ മസ്ജിദ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആസാർ മസ്ജിദ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഉത്തരം പറയാൻ കഴിയാതെ ഈ 42 കോടിയുമായി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിന് ആദർശം പറയാൻ എന്ത് അവകാശമെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കില്ല. സുന്നത്ത് ജമാഅത്തിലെ ചുണക്കുട്ടികളിതാ ഈ ഇരിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ. ഞങ്ങൾ ചോദിക്കട്ടെ, ഒരു കറപ്ഷൻ, ഒരു കൃത്രിമം, ഒരു 42 കോടി വേണ്ട, 42 ലക്ഷം വേണ്ട, 42,000 ഉറുപ്പിക വേണ്ട, 1000 രൂപയുടെ കൃത്രിമം കാണിച്ച ഒരു പണ്ഡിതൻ നിങ്ങൾക്ക് ഈ നിലയിൽ ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? ഇതാണ് സുന്നത്ത് ജമാഅത്ത്. മഹാന്മാരുടെ തണലിൽ ആദർശത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന ഈ സംഘത്തിന് ഒരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് കൊണ്ട് തന്നെ മതവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട്. ഇക്കാലം അത്രയും നമ്മൾ നടത്തിയ സമ്മേളനങ്ങൾ മലബാറിലായിരുന്നു, കോഴിക്കോട് ബീച്ചിലായിരുന്നു. കോഴിക്കോട് ബീച്ചിന്റെ എത്രയോ മടങ്ങ് വിശാലതയുള്ള തെക്കൻ കേരളത്തിലെ ആലപ്പുഴയിലെ വിശാലമായ ബീച്ചിൽ ഇതാ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 11 മുതൽ 14 വരെയുള്ള സമ്മേളനത്തിൽ 30 ലക്ഷം ആളുകൾ അണിനിരക്കാൻ സജ്ജമായിരിക്കുകയാണ്. ആ സമ്മേളനം നമുക്ക് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നു. അഭിവന്യരായ PK ഉസ്താദ് രോഗബാധിതനാണെന്ന് സൂചിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ് അവർക്കും നമ്മുടെ എല്ലാ ഗുരുവര്യന്മാർക്കും ശിഫായിനെയും ആഫിയത്തിനെയും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളൊക്കെ ഈ വിനീതിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.